Hello all, welcome to another video of Computer Fundamentals and HTML tutorial. In this video, we are dealing with memory systems and especially characteristics of memory and memory hierarchy we will be discussing in this video. Okay, so let's start. First of all, what is memory? എന്താണ് മെമ്മറി? നോർമലി നമ്മൾ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഓർമ്മ ആണ് മലയാളം അല്ലേ. അപ്പോൾ ഓർമ്മ വെക്കാനുള്ള കഴിവ്, ഓർത്തിരിക്കാൻ, എത്ര നേരം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, അതാണ് നമ്മൾ മെമ്മറി ഉദ്ദേശിക്കുന്നത്. സോ ഇൻ കമ്പ്യൂട്ടേഴ്സ് ഓൾസോ മെമ്മറി എന്ന് പറയുന്നത് എത്ര നേരം നമുക്ക് ഡാറ്റ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ ഡാറ്റ എത്ര നേരം റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇവിടെ മെമ്മറി എന്ന് പറയുന്നത്. So the definition is computer data storage, often called storage or memory, refers to computer components, devices, recording media that retain digital data used for computing for some interval of time. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട, അതായത് ഓർമ്മ വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ മെമ്മറി components, computer components, devices, recording media എന്ന് പറയുന്നത്. അതായത് ഇവിടെ computer components അല്ലെങ്കിൽ devices that can retain digital data used for computing some interval of time. Okay. So computer components, devices, ഏത് components or devices ആയിക്കോട്ടെ, but that have to retain digital data. അത് digital data retain ചെയ്യണം for some interval of time. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. സോ കമ്പ്യൂട്ടർ ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം, often called storage or memory, refers to computer components, devices that retain digital data used for computing for some interval of time. അപ്പോൾ കമ്പ്യൂട്ടർ ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗമാകാം, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആകാം, അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്യുന്ന ഒരു മീഡിയ ആകാം. ബട്ട് ദാറ്റ് ഹാവ് ടു റീറ്റെയിൻ ഡിജിറ്റൽ ഡാറ്റ. അത് ഡിജിറ്റൽ, നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ ഡാറ്റ റിറ്റെയിൻ ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് എത്ര നേരം, ഒരു പെർട്ടിക്കുലർ ടൈം, ഫോർ സം ഇന്റർവൽ ഓഫ് ടൈം, അങ്ങനെയാണ് നമ്മൾ മെമ്മറിയെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ ഡാറ്റ കുറച്ച് സമയത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസോ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻറ്റോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് വീഡിയോ ആകാം എന്ത് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ. Computer data storage provides one of the core functions of modern computer, that is information retention. ഈ ഇൻഫർമേഷൻ, അതായത് ഈ റീറ്റൈനിങ് ഓഫ് ഡിജിറ്റൽ ഡാറ്റയാണ് ഇവിടെ ഇൻഫർമേഷൻ റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഡാറ്റ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാമെന്നുള്ളത്, അതാണ് ഈ ഇൻഫർമേഷൻ റിട്ടൻഷൻ അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു കോർ ഫംഗ്ഷനിൽ പെട്ട ഒന്നാണ് എന്ത്, ഈ ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിട്ടൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ ദാറ്റ് പർപ്പസ് വി ആർ യൂസിങ് മെമ്മറി. അപ്പോൾ ഡാറ്റ റീറ്റൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ റീറ്റൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെമ്മറി യൂസ് ചെയ്യുന്നത്. So far, no practical universal storage medium exists, and all forms of storage have some drawbacks. ഒരു അതായത് എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് കൃത്യമായിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ സ്പീഡ് കൂടുതലുള്ള, സൈസ് കൂടുതൽ, സ്റ്റോറേജ് സൈസ് കൂടുതലുള്ള, കോസ്റ്റ് കുറഞ്ഞ ഒരു മെമ്മറിയാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. പക്ഷെ അങ്ങനെ എല്ലാം ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം നമുക്ക് പറയുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള ഒരു മെമ്മറി നമുക്ക് ഇതുവരെ അവൈലബിൾ അല്ല. ഓരോ മെമ്മറിക്കും അതിൻ്റെതായ ഡ്രോബാക്സും അതിൻ്റെതായ അഡ്വാൻറ്റേജസും എല്ലാം ഉണ്ട്. അതാണ് പറയുന്നത്. So far, no practical universal storage medium exists, and all forms of storage have some drawbacks. എല്ലാ സ്റ്റോറേജിനും അതിൻ്റെതായ ഡ്രോബാക്സും അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള മെമ്മറി എന്താണ്, നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള മെമ്മറിയാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു മെമ്മറി ആവണമെന്നില്ല, പല ടൈപ്പ് ഓഫ് മെമ്മറീസ് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മളുടെ ആവശ്യം നടത്തുക.
ഓക്കെ, ദാറ്റ് മീൻസ് ഒരു കമ്പ്യൂട്ടറിൽ ഒരു മെമ്മറി, ഒരു ടൈപ്പ് ഓഫ് മെമ്മറി തന്നെ ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് മെമ്മറി മതിയാകും, പക്ഷെ സ്പീഡ് കൂടുതൽ വേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതനുസരിച്ചുള്ള മെമ്മറി ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. Okay. Therefore, a computer system usually contains several kinds of storage, each with an individual purpose. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പലതരത്തിലുള്ള മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്യും. ഓരോന്നിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ടാകും. ഓക്കെ. The next is memory characteristics. The complex subject computer memory can be made manageable by classifying the memory systems according to their key characteristics. അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ മെമ്മറിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ മെമ്മറിയെ നമുക്ക് ഈ കുറച്ച് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് മെമ്മറീസിനെ ജനറൽ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പല ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ആ പല ടൈപ്സ് ഓഫ് മെമ്മറിയെ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് the important characteristics are memory type, memory size, memory location, and word length, accessible unit, unit of transfer, access method, performance and cost, physical type, physical characteristics, memory cycle time, and data transfer rate. ഇതാണ് മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഡിഫറെൻറ്റ് മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് മെമ്മറീസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതായത് അക്കോർഡിംഗ് ടു മെമ്മറി ടൈപ്പ് ദർ ആർ സം ക്ലാസിഫിക്കേഷൻ ആൻഡ് അക്കോർഡിംഗ് ടു മെമ്മറി സൈസ് ദർ ഈസ് സം ക്ലാസിഫിക്കേഷൻ. സോ അങ്ങനെ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്ക് മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യും. നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. The first one is memory type. Storage components of a computer system can be placed in 4 groups according to memory type. മെമ്മറിയുടെ ടൈപ്പ് അനുസരിച്ച് നമ്മളുടെ സ്റ്റോറേജിന് അല്ലെങ്കിൽ മെമ്മറിയെ 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് CPU രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ ഓർ പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അതായത് ഏറ്റവും സൈസ് ചെറുതായി തുടങ്ങിയിട്ട് ഏറ്റവും വലിയ സൈസ് ഉള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ CPU രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ ഇതാണ് മെമ്മറി ടൈപ്പ്. അതായത് സ്റ്റോറേജ് അനുസരിച്ച്, മെമ്മറി സ്റ്റോറേജ് അനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ 4 ഗ്രൂപ്പായിട്ടാണ്. CPU രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഇത് കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. So next characteristics is memory size. The size of the storage component of a computer depends on its type. നമ്മളുടെ ടൈപ്പ് അനുസരിച്ചാണ് മെമ്മറിയുടെ സൈസ് വരുന്നത്. അപ്പോൾ സൈസ് ഓഫ് ദ CPU registers is typically between 8 and 64 bits. അതായത് ഒരു CPU രജിസ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൈസ് ഉള്ളതാണ് CPU രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 to 64 bits വരെ ആകും. ചിലത് 8 bit ആയിരിക്കും, ചിലത് 64 ബിറ്റ്സ് ആയിരിക്കും. അതിൻ്റെ ഇടയിലുള്ള സൈസും വരാറുണ്ട്, 16, 32 ഒക്കെ വരാറുണ്ട്. അപ്പം അത് ഡിപ്പെൻസ് ഓൺ നമ്മളുടെ കമ്പ്യൂട്ടർ അനുസരിച്ച് ഇതിൻ്റെ സൈസ് വ്യത്യാസമുണ്ടാകും. The size of the cache memory may vary from 2 to 64 kilobytes. സൈസ് ആണ് കേട്ടോ, വ്യത്യാസമുണ്ട്. ആണേ സൈസ് ആണ് അവിടെ വരുന്നത്. സോ ക്യാഷ് മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 64 കിലോബൈറ്റ്സ് വരെയാണ് നമുക്ക് വരുന്നത്. The size of the cache memory may vary from 2 to 64 kilobytes വരെ ആക്കാം. Then main memory typically between 1 and 2 raised to 10 MB, and that of the secondary memory ranges from several gigabytes to terabytes. Normally main memory എന്ന് പറയുന്നത് 1 തുടങ്ങിയിട്ട് 1 MB മുതൽ 2 raised to 10 അതായത് 2 raised to 10 MB വരെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി നമുക്ക് അതിലും സൈസ് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഫ്രം ഗിഗാബൈറ്റ്സ് ടു ടെറാബൈറ്റ്. 1 GB തുടങ്ങിയിട്ട് നമുക്ക് എത്ര TB വേണം എന്നുള്ളത് വരെ നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർഡ് ഡിസ്ക് അതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു ഇതിലാണ് നമുക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ പറയാം അല്ലേ.
അപ്പോൾ ഇതാണ് മെമ്മറി ടൈപ്പും മെമ്മറി സൈസും ക്യാരക്ടറിസ്റ്റിക്സ്. Then next one is word length. Word is the natural unit of organization of memory. അതായത് നമ്മുടെ മെമ്മറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ എന്താണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. വേർഡ് എന്ന് പറയുന്നത് the number of bytes actually stored or retrieved in one memory access is called the word length. അതായത് ഒരു മെമ്മറി ആക്സസിൽ മെമ്മറിയിലുള്ള ഒരു നമുക്കറിയാം മെമ്മറിയെ നമുക്ക് ചെറിയ 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 ഒരു സെല്ല് പോലെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ ഈ ഒരു സെല്ലിൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്ന അതിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് വേർഡ് ലെങ്ത് എന്ന് നമ്മളിവിടെ പറയുന്നത്. സോ ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ആക്ച്വലി സ്റ്റോർഡ് ഓർ റിട്രീവ് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുകയോ റിട്രീവ് ചെയ്യുകയോ ചെയ്യുന്ന നമ്പർ ഓഫ് ബൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. The word length typically varies from 1 to 8 bytes. Normally ഒരു ബൈറ്റോ അല്ലെങ്കിൽ 8 ബൈറ്റോ ആയിരിക്കും ഈ ഒരു പൊസിഷനിൽ ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മെമ്മറി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന് അഡ്രസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യുന്ന നമ്പർ ഓഫ് ബൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരി ഫ്രം 1 to 8 bytes. Next is addressable unit. In many systems, the addressable unit is the word. However, some systems allow addressing at the byte level. Normally, ഈ word length ഉം addressable unit തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഈ addressable unit എന്ന് പറയുന്നത് ആക്ച്വലി word length തന്നെയാണ് നോർമൽ കേസിൽ. പക്ഷെ ചില സമയത്ത് അത് ബൈറ്റ് ആയിട്ടും പറയാം. അതുകൊണ്ടാണ് അഡ്രസ്സബിൾ യൂണിറ്റിനെ വേറെ ആയിട്ട് തന്നെ പറഞ്ഞത്. സാധാരണ മെമ്മറിയുടെ ഇത് പറയുമ്പോൾ മെമ്മറിയുടെ സൈസ് പറയുമ്പോൾ സൈസ് അല്ല മെമ്മറിയുടെ ഇത് ചോദിക്കുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ പറയും 8 bytes ആണ് വേർഡ് ലെങ്ത് എന്ന് പറയാറുണ്ട്. വേർഡ് ലെങ്ത് പറയാറുണ്ട് മെമ്മറിക്ക്. അപ്പോൾ ഈ വേർഡ് ലെങ്ത്തും അഡ്രസ്സബിൾ യൂണിറ്റ് അതായത് എത്ര മാത്രം ഡാറ്റ അവിടെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി പറയുന്നത് വേർഡ് ലെങ്ത് ആയിട്ടാണ് പറയുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ് വേർഡിലാണ് പറയുക. 1 വേർഡ് എന്ന് പറയുന്നത് എത്രയാണ് അല്ലെങ്കിൽ വേർഡ് ലെങ്ത് എത്രയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ചിലപ്പോൾ ഒരു വേർഡിൽ എത്ര ബൈറ്റ് ഉണ്ട് എന്നുള്ള ബൈറ്റ് ലെവലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് അഡ്രസ്സബിൾ യൂണിറ്റ് പറയാൻ പറ്റും. Then unit of transfer. For main memory, the unit of transfer is word. മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിക്ക് യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വേർഡ് ആണ്. അതായത് നമ്മുടെ നോർമൽ റാം റോം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ പറയുന്നത് അതിന്റെ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡ്സ് ഒക്കെ ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. For external memory, data are transferred in much larger than word, that is called block. ബ്ലോക്ക് എന്നാണ് എക്സ്റ്റേണൽ മെമ്മറി, അതായത് സെക്കൻഡറി മെമ്മറിയിൽ പറയുന്നത് ലൈക്ക് ടേപ്പ്, ഹാർഡ് ഡിസ്ക് അതിലൊക്കെ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്ലോക്ക് ആയിട്ടാണ്. അതായത് വേർഡിനേക്കാൾ കുറേ അധികം വേർഡ്സ് കൂടി ചേരുമ്പോഴാണ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ അനുസരിച്ച് നമ്മൾക്ക് നമ്മളുടെ മെമ്മറിനെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് മെയിൻ മെമ്മറിയിൽ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ പറയുന്നത് വേർഡ് ആയിട്ടാണ്, എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ പറയുന്നത് ബ്ലോക്ക് ആയിട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യാം. Then access method. A fundamental characteristics of a memory is the order of sequence in which the information can be accessed. ഒരു മെമ്മറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ മെമ്മറിയുടെ ഓർഡർ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുന്നത്. ലൈക്ക് ചിലതിന് റാൻഡം ആക്സസ് ആയിരിക്കും, ചിലതിന് സീരിയൽ ആക്സസ് ആയിരിക്കും, ചിലതിന് ഡയറക്റ്റ് ആക്സസ് ആയിരിക്കും. ഈ റാൻഡം ആക്സസ് എന്ന് പറയുന്നത് ഒരു ഓർഡർ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്പം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. അതേസമയം സീരിയൽ ആക്സസ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് നമ്മൾക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ മെമ്മറിയിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ ഡാറ്റയും ആക്സസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ആ പർട്ടിക്കുലർ ലൊക്കേഷനിലെ മെമ്മറിയിലെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലെ മെമ്മറിയിലുള്ള ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത് സീരിയൽ ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2-3 മെത്തേഡാണ് ആക്സസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ മെമ്മറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വായിച്ചു നോക്കൂ.
If storage location can be accessed in any order and access time is independent of location being accessed, that memory is called random access memory. സ്റ്റോർ ചെയ്യുന്നിരിക്കുന്ന ഏത് ഡാറ്റ അതിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും, അതിന് മുമ്പുള്ളത് എടുക്കണമെന്നോ ആക്സസ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഏത് ലൊക്കേഷനിലാണെങ്കിലും ഏത് ഓർഡറിലാണെങ്കിലും അത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് മെമ്മറി, അങ്ങനെയുള്ള മെമ്മറിയാണ് നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറി ഈസ് ഓഫ് ജനറലി ഓഫ് ദിസ് ടൈപ്പ്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലാണ്, അതായത് റാൻഡം ആക്സസ് മെമ്മറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Memories whose storage location can be accessed directly only in certain predetermined sequence are called serial access. Serial access ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ സീക്വൻസിലാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മിക്കവാറും ഇങ്ങനെയാണ് വരാറുള്ളത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള നമുക്ക് മെമ്മറിയിലുള്ള ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള എല്ലാ മെമ്മറിയും നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ സീരിയൽ ആക്സസ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ ടേപ്പ് റെക്കോർഡർ ഒക്കെ മുമ്പ് പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ടേപ്പ് റെക്കോർഡറിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ മുമ്പ് ഈ പറഞ്ഞ ഫാസ്റ്റ് ഫോർവേഡ്, റിവൈൻഡ് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ പാട്ട് ഏതാണോ അത് കേൾക്കുക. ഇപ്പൊ നമ്മൾ സീഡിയോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ അല്ലേ. അപ്പൊ അതിലൊക്കെ നമുക്ക് ഏത് പാട്ട് വേണോ അത് സെലക്ട് ചെയ്തെടുക്കാം. അതാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. പക്ഷെ ഇത് ടേപ്പ് റെക്കോർഡറിലൊന്നും അങ്ങനെയല്ലായിരുന്നു ആദ്യമൊക്കെ. അതിൽ ആദ്യത്തെ പാട്ട് ഏതാണോ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിപ്പോൾ 4ാമത്തെ 5ാമത്തെ പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ ആദ്യത്തെ പാട്ട് ഏതാണോ ആദ്യത്തെ 4 കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് കേൾക്കാൻ പറ്റുള്ളൂ, 5ാമത്തെ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴുള്ള അങ്ങനെയുള്ള മെമ്മറി സ്റ്റോറേജിനെയാണ് നമ്മൾ സീരിയൽ ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. Then magnetic tapes employ serial access method. Magnetic tapes എന്താണ് serial access method ആണ്. Okay. Memories such as magnetic disk and optical disk employ another method known as direct access. Magnetic disk അതുപോലെ optical disk ഒക്കെ ഡയറക്റ്റ് ആക്സസ്, ലൈക്ക് ഇതും റാൻഡം ആക്സസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത് രണ്ടും ഏതാണ്ട് ഒരേ ഇതാണ്. പക്ഷെ കുറച്ചുകൂടി സ്പീഡ് പ്രൈമറി മെമ്മറിയിലുള്ള ഈ റാൻഡം ആക്സസിനായിരിക്കും കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാവുക. അതാണ് വ്യത്യാസം ഉള്ളത് ഈ റാൻഡം ആക്സസും ഡയറക്റ്റ് ആക്സസും തമ്മിൽ. ഓക്കെ. Performance and cost. Next characteristics is the performance and cost. The performance of an individual memory device is primarily determined by the rate at which the information can be read from or written into the memory. അതായത് ഒരു പർട്ടിക്കുലർ ഡാറ്റ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ എടുക്കുന്ന സമയം, അതാണ് പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആദ്യം പറയുന്നത്. പെർഫോമൻസ് of an individual memory device is primarily determined by the rate at which the information can be read from or written into the memory. റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ, മെമ്മറിയിലേക്ക് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റുന്ന അല്ലെങ്കിൽ എടുക്കുന്ന സമയം, അതാണ് പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The performance measures the average time to perform a read-write operation. Performance എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു read write operation perform ചെയ്യാൻ എടുക്കുന്ന average time ആണ് performance എന്ന് പറയുന്നത്. And this is known as the access time. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, access time. Average time to perform a read-write operation. read-write operation perform ചെയ്യാൻ എടുക്കുന്ന average ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, access ടൈം എന്ന് പറയുന്നത്. ആക്സസ് ടൈം എത്രയാണെന്നാണ് നമ്മൾ സാധാരണ ചോദിക്കുക ഇതിന്റെ പെർഫോമൻസ് അറിയണമെങ്കിൽ. മനസ്സിലായോ? The access time depends on the physical nature of the storage medium and on the access mechanism used. ഈ ആക്സസ് ടൈം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് സ്റ്റോറേജ് മീഡിയത്തിന്റെ നേച്ചർ, അത് എന്ത് ടൈപ്പ് ഓഫ് മീഡിയം ആണോ എന്നുള്ളത്, ലൈക്ക് പ്രൈമറി മെമ്മറി ആണോ സെക്കൻഡറി മെമ്മറി ആണോ അതോ ക്യാഷ് മെമ്മറി ആണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൂടാതെ അതിന്റെ ആക്സസ് മെക്കാനിസം, നമ്മൾ നേരത്തെ പഠിച്ചു ആക്സസ് മെക്കാനിസം, റാൻഡം ആക്സസ്, ഡയറക്റ്റ് ആക്സസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ, സീരിയൽ ആക്സസ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആക്സസ് ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്റ്റോറേജ് മീഡിയം ഏതാണ് അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനും ഓഫ്
അപ്പം അതിൻ്റെ ആക്സസ് മെക്കാനിസം ഡയറക്റ്റ് ആക്സസ് ആണോ റാൻഡം ആക്സസ് ആണോ സീരിയൽ ആക്സസ് ആണോ ഇതിലേതാണോ എന്നനുസരിച്ച് എന്ത് വ്യത്യാസം വരും, ഇതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആക്സസ് ടൈം വ്യത്യാസം വരും. Low cost and short access time are desirable memory characteristics, but these are conflicting in nature. കോസ്റ്റ് കുറവുള്ളതും ആക്സസ് ടൈം കുറവുള്ളതുമായ മെമ്മറിയാണ് നമ്മൾക്ക് വേണ്ടത്. പക്ഷേ നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടൽ ബുദ്ധിമുട്ടാണ്. മെമ്മറി വിത്ത് ഫാസ്റ്റ് ആക്സസ് ആർ എക്സ്പെൻസീവ്. ഫാസ്റ്റ് ആക്സസ് ടൈം കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ആക്സസ് ടൈം ആണ് വേണ്ടതെങ്കിൽ അതിന് അതെന്തായിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ലോ കോസ്റ്റ് മെമ്മറീസ് സ്ലോ ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് വ്യത്യാസമുള്ളത്. അതായത് ലോ കോസ്റ്റും ഫാസ്റ്റ് ആക്സസും ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ആക്സസ് ടൈം ഉള്ള മെമ്മറീസ് നമുക്ക് കിട്ടില്ല. പക്ഷെ നേരെ തിരിച്ച് മെമ്മറി ഫാസ്റ്റ് ആക്സസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, എക്സ്പെൻസ് കൂടുതലായിരിക്കും. അതേസമയം ലോ കോസ്റ്റ് മെമ്മറി കോസ്റ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സസ് ടൈം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ആക്സസ് സ്ലോ ആയിരിക്കും. ഫിസിക്കൽ ടൈം. The two most common types of physical memory today are semiconductor memory using LSI or VLSI technology and magnetic surface memory used for disk and tape. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മെമ്മറി, അതായത് മെമ്മറിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെക്കാനിസം അതാണ് കൂടുതലും പറയുന്നത് കേട്ടോ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സെമി കണ്ടക്ടർ മെമ്മറി യൂസിങ് LSI ഓർ VLSI ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെമ്മറി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാഗ്നറ്റിക് സർഫസ് മെമ്മറി ആയിരിക്കും. ലൈക്ക് ഡിസ്ക്, ടേപ്പ്, CD ഒക്കെ കണ്ടറിയാം. CDയുടെ പുറകിലൊക്കെ ഒരു കളർ കോട്ടിംഗ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഈ മാഗ്നറ്റിക് സർഫസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫിസിക്കൽ ടൈപ്പ് അനുസരിച്ച് നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, നമ്മുടെ മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Then physical characteristics. Memories whose content cannot be altered are read-only memory or ROM, that is non-erasable. മെമ്മറി അതായത് കണ്ടൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത് കേട്ടോ. മെമ്മറീസ് ഹൂസ് കണ്ടൻസ് കനോട്ട് ബി ഓൾട്ടേർഡ് ആർ റീഡ് ഓൺലി മെമ്മറി. ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം എന്ന് പറയുന്നത്. മെമ്മറീസ് ഇൻ വിച്ച് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്യാൻ ബി ഡൺ ആർ റീഡ് റൈറ്റ് മെമ്മറീസ് എന്ന് പറയും, അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. മെമ്മറിയിൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്മറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഡ് റൈറ്റ് മെമ്മറീസ് എന്ന് പറയുന്നത്. ഇൻ സം മെമ്മറീസ് ദ മെത്തേഡ് ഓഫ് റീഡിംഗ് മെമ്മറി ഡിസ്ട്രോയ്സ് ദ സ്റ്റോർഡ് ഇൻഫർമേഷൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഡിസ്ട്രക്റ്റീവ് റീഡ് ഔട്ട്. ചില മെമ്മറിയിൽ നമ്മൾ ഒരു തവണ റീഡ് ചെയ്തിട്ട് രണ്ടാമത് അതിൽ റൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിലുള്ള കണ്ടന്റ് നശിച്ചു പോയിട്ടായിരിക്കും നമ്മൾ പുതിയത് റൈറ്റ് ചെയ്യണത് അവിടെ വരും. പുതിയത് റൈറ്റ് ചെയ്യണത് വരില്ല എന്നല്ല, പക്ഷെ ഉള്ള കണ്ടന്റ് എന്താണ്, അത് പോയിട്ടായിരിക്കും റൈറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ള മെമ്മറി അല്ലെങ്കിൽ അതിനെയാണ്, ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രക്റ്റീവ് റീഡ് ഔട്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള മെമ്മറീസും അവൈലബിൾ ആണ്. മെമ്മറീസ് ഇൻ വിച്ച് റീഡിംഗ് ഡസ് നോട്ട് എഫക്ട് ദ സ്റ്റോർ ഡാറ്റ ആർ നോൺ ഡിസ്ട്രക്റ്റീവ് റീഡ് ഔട്ട്. നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ റീഡിങ് അതിനെ ഇത് റീഡ് ചെയ്തെടുക്കുമ്പോൾ ഡാറ്റ പോവാത്ത മെമ്മറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ഡിസ്ട്രക്റ്റീവ് റീഡ് ഔട്ട്. അല്ലെങ്കിൽ റീഡ് ചെയ്യുമ്പോൾ ചില മെമ്മറീസ് റീഡ് ചെയ്യുമ്പോൾ തന്നെ ഡാറ്റ പോകും, അങ്ങനെ വരുമ്പോഴാണ് ഡിസ്ട്രക്റ്റീവ് റീഡ് ഔട്ട് എന്നും, അതുപോലെ റീഡ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ പോവാത്ത മെമ്മറിനെ നോൺ ഡിസ്ട്രക്റ്റീവ് റീഡ് ഔട്ട്. ഇങ്ങനെ പലതരം ക്ലാസിഫിക്കേഷൻസ് നമുക്ക് മെമ്മറിനെ പറയാൻ പറ്റും യൂസിങ് ദിസ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറി. In destructive readout memories, each read operation must be followed by a write operation that restores the original state of the memory. Destructive readout memories ആണെന്നുണ്ടെങ്കിൽ ഓരോ റീഡ് ഓപ്പറേഷനും എന്ത് ചെയ്യണം, ഒരു റൈറ്റ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം തൊട്ട് പുറകെ തന്നെ. അതായത് ഒറിജിനൽ സ്റ്റേറ്റ് ഓഫ് ദ മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ റീഡ് ചെയ്യുന്ന ഡാറ്റ തന്നെ തിരിച്ച് അതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റീഡ് ചെയ്താൽ റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്യുമ്പോൾ ആ പഴയത് പോയിട്ടായിരിക്കും പുതിയതായിരിക്കും അവിടെ റൈറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, certain memory devices have the property that a stored 1 becomes a 0 and vice versa due to some physical decay process.
ചില മെമ്മറി ഉണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബാറ്ററി ഒക്കെ നമ്മൾ ചാർജ്, നോർമൽ ബാറ്ററീസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ചാർജബിൾ ബാറ്ററീസ് ഇല്ലേ, അത് ചാർജ് ചെയ്യാണ്ടാവുമ്പോൾ എന്ത് പറ്റും, ചാർജ് ഇറങ്ങി പോകും അല്ലേ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ കുറച്ച് നാൾ അനക്കാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില മെമ്മറീസ് ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ചേഞ്ച് ആകും. അത് ഫിസിക്കൽ ഡീകെ പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്. അതായത് സ്റ്റോർ ചെയ്തിരിക്കുന്ന 1 ആണെങ്കിൽ അത് ചിലപ്പോൾ 0 ആകും, അതുപോലെ 0 ഉള്ളത് 1 ആകും, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതും ഈ മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിലാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. Over time, a stored charge tends to leak away, causing a loss of information unless the charge is restored by a process called refreshing. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി, ചാർജബിൾ ബാറ്ററീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ആ ടൈപ്പ് ഓഫ് മെമ്മറീസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലാണ് ഞാൻ പറഞ്ഞത്, ചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ലീക്ക് ഉണ്ടാകും, അതായത് ആ ഇൻഫർമേഷൻ പോകും. അപ്പോൾ അതിനെ രണ്ടാമത് ചാർജ് ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് റീഫ്രഷിംഗ്. And memories that requires periodic refreshing are called dynamic memories as opposed to static memories which require no refreshing. ഇങ്ങനെ റിഫ്രഷിംഗ് ആവശ്യമുള്ള മെമ്മറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിക് മെമ്മറീസ് എന്ന് പറയുന്നത്. അതേസമയം റിഫ്രഷിംഗ് ഒന്നും ആവശ്യമില്ലാത്ത മെമ്മറി, അതായത് എത്ര നാൾ ഉപയോഗിച്ച് വെച്ചിരുന്നാലും അതിലെ കണ്ടന്റിനൊന്നും വ്യത്യാസം വരാതിരിക്കുന്ന മെമ്മറീസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് മെമ്മറീസ് എന്ന് പറയുന്നത്. Then, in a volatile memory, information decays naturally and is lost when electrical power is switched off. Volatile memory ഉണ്ട്. volatile മെമ്മറിയിൽ നമ്മൾ കുറച്ച് നേരത്തേക്കായിരിക്കും അതിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്ത് ഇൻഫർമേഷൻ അവിടെ റിറ്റെയിൻ ചെയ്യുക. ആൻഡ് ദാറ്റ് ഇൻഫർമേഷൻ വിൽ ബി ലോസ്റ്റ് വെൻ ഇലക്ട്രിക്കൽ പവർ ഇസ് സ്വിച്ച്ഡ് ഓഫ്. ഇലക്ട്രിക്കൽ പവർ സ്വിച്ച് ഓഫ് അതുപോലെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, പവർ ഇല്ലാതിരുന്ന് പോയി കഴിഞ്ഞാൽ ആ ചില മെമ്മറിയിലെ ഡാറ്റ പോകും. ദാറ്റ് ടൈപ്പ് ഓഫ് മെമ്മറി ഇസ് നോൺ ആസ് volatile. In non-volatile memory, information once recorded resists deterioration, deliberately change. അതായത് നോൺ വോളറ്റൈൽ മെമ്മറിയിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇൻഫർമേഷൻ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തത് അതവിടെ തന്നെ ഉണ്ടാകും. അതായത് ഡെലിബറേറ്റ്ലി ചേഞ്ച് ചെയ്യാതെ, നമ്മൾ മനഃപൂർവ്വം ചേഞ്ച് ചെയ്യാതെ ആ ഇൻഫർമേഷൻ റിട്ടൻഷൻ അല്ലെങ്കിൽ ഡിട്രോയിറേഷൻ ഉണ്ടാവില്ല. അതായത് ഇൻഫർമേഷൻസ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. എപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്യാതെ നോൺ വോളറ്റൈൽ മെമ്മറിയിൽ ഇൻഫർമേഷൻ ഒരിക്കലും, ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്ത ഇൻഫർമേഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, നമ്മൾ തന്നെ ചേഞ്ച് ആക്കണം. മാഗ്നറ്റിക് സർഫസ് മെമ്മറീസ് ആർ നോൺ വോളറ്റൈൽ. മാഗ്നറ്റിക് സർഫസ് മെമ്മറീസ് നോൺ വോളറ്റൈൽ ആണ്. ലൈക്ക് ടേപ്പ് ഡിസ്ക് ഒക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ നോൺ വോളറ്റൈൽ ആണ്. സെമി കണ്ടക്ടർ മെമ്മറി മേ ബി ഐദർ വോളറ്റൈൽ, അതായത് റാം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റാൻഡം ആക്സസ് മെമ്മറി, അത് വോളറ്റൈൽ ആണ്. ആൻഡ് റോം, റീഡ് ഓൺലി മെമ്മറി, അത് നോൺ വോളറ്റൈൽ ആണ്. അതായത് പവർ പോയാലും പോകുന്ന മെമ്മറിയാണ് എന്ത്, റാം എന്ന് പറയുന്നത്. കണ്ടന്റ് പോകുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. അതേസമയം പവർ പോയാലും കണ്ടന്റ് പോവാത്തതാണ് എന്ത്, റോം. അല്ലെങ്കിൽ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യാണ്ട് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ലോസ്റ്റ് ആവാത്ത മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറി. Then memory cycle time. The time between the start of one memory access to the time when the next access can be started. അതായത് നമുക്കൊരു മെമ്മറി അഡ്രസ് ഉണ്ട്. ആ മെമ്മറി അഡ്രസ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ മെമ്മറി അഡ്രസ് ഉണ്ട്. അതായത് ഈ ഇവിടെ നമുക്ക് മെമ്മറീസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ലൈക്ക് സെൽസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സെല്ലിൽ നിന്ന് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യണം. അപ്പോൾ ആ ആക്സസ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളത് CPU ഇവിടെ വന്ന് ആക്സസ് ചെയ്ത് തിരിച്ച് എവിടെയാണോ വേണ്ടത്, ആർക്കാണോ വേണ്ടത് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്ത് അപ്പോഴേക്കും അടുത്ത ആക്സസ് വന്നോളും. ആ സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറയുന്നത് ആക്സസ് ടൈം മാത്രമല്ല, മെമ്മറിന്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ട സമയമാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. ആ ആക്സസ് ടൈം മാത്രമല്ല, അതിന്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ടൈമും കൂടെ കൂട്ടിയതാണ് എന്ത്, മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, the time between the start of one memory access to the time when the next access can be started.
അതായത് ഒരു മെമ്മറി ആക്സസ് തുടങ്ങിയിട്ട് അടുത്ത മെമ്മറി ആക്സസ് എടുക്കുന്നത് വരെയുള്ള ടൈമാണ് എന്ത് മെമ്മറി സൈക്കിൾ ടൈം. നെക്സ്റ്റ് ഈസ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് maximum amount of information that can be transferred to or from the memory per unit time is called data transfer rate or bandwidth. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ എത്ര ഡാറ്റ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഒന്നുകിൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തോ, എത്ര ഇൻഫോർമേഷൻ, എത്ര യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ, എത്ര എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. So data transfer rate is the maximum amount of information that can be transferred to or from the memory per unit time is called data transfer. So അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് ബാൻഡ് വിഡ്ത്ത്. അതായത് ഒരു യൂണിറ്റ് ഓഫ് ടൈം, ഫോർ എക്സാമ്പിൾ ഒരു പെർ സെക്കൻഡിൽ എത്ര എമൗണ്ട് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കാൻ പറ്റും. ഇത് രണ്ടും എന്തിൽ വരുന്നതാണ്? ഡാറ്റ ട്രാൻസ്ഫർ റേറ്റിൽ വരുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണമാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ മെമ്മറി ഒരു സമയത്ത് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ തിരിച്ച് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതോ ആയ ആ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷനെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മളുടെ മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ക്ലാസിഫൈ ചെയ്യുന്നത്? മെമ്മറിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെമ്മറി ടൈപ്പ്, മെമ്മറി സൈസ്, വേർഡ് ലെങ്ത്, ആക്സസിബിൾ യൂണിറ്റ്, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ, ആക്സസ് മെത്തേഡ്, പിന്നെ ആക്സസ് പെർഫോമൻസ് ആൻഡ് പെർഫോമൻസും കോസ്റ്റും, ഫിസിക്കൽ ടൈപ്പ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിൻ്റെ അകത്ത് പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെമ്മറി സൈക്കിൾ ടൈം ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ. ഇത്രയും മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്ക് മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യാം. ഇനി എന്താണ് മെമ്മറി ഹൈറാർക്കി എന്ന് പറയാം. ഇതാണ് മെമ്മറി ഹൈറാർക്കിയുടെ എന്താണ് മെമ്മറി ഹൈറാർക്കി, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ മെമ്മറി ഹൈറാർക്കി എന്നുള്ളത് പറയുന്നത്. The goal of any memory system is to provide adequate storage capacity with an acceptable level of performance and cost. അതായത് 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. ഒന്ന് സ്റ്റോറേജ്, പിന്നെ പെർഫോമൻസ്, കോസ്റ്റ്. നല്ലൊരു മെമ്മറി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് കൂടുതലായിരിക്കണം, പെർഫോമൻസ് നന്നായിരിക്കണം, അതുപോലെ കോസ്റ്റ് കുറവായിരിക്കണം. പക്ഷെ ഇതെല്ലാം കൂടെ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞു, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു മെമ്മറി നമുക്ക് എപ്പോഴും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് പല ടൈപ്പ് ഓഫ് മെമ്മറീസ് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെമ്മറി നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടും. One can achieve these goals by employing several memory types with different cost-performance ratios that are organized to provide a high average performance at a low average cost per bit. Performance നല്ലോണം ഉള്ള, കോസ്റ്റ് വളരെ കുറഞ്ഞ മെമ്മറി നമുക്ക് പലതരം മെമ്മറീസ് കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് പലതരം മെമ്മറി ടൈപ്സ് കൂട്ടിച്ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. അതാണ് പറയുന്നത്. One can achieve these goals by employing several memory types with different cost performance ratios to provide a high average performance at a low average cost per bit. അത് കോസ്റ്റ് കുറവ്, പെർഫോമൻസ് അത്യാവശ്യമുള്ള ഒരു നമുക്ക് സൈസും അത്യാവശ്യമുള്ള ഒരു നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? പലതരം മെമ്മറി ടൈപ്സ് കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും. The objective of the organization is to achieve a good trade-off between cost, storage capacity and performance. ഈ 3 കാര്യങ്ങൾ, കോസ്റ്റ്, സ്റ്റോറേജ്, പെർഫോമൻസ്, ഇത് ഒരുമിച്ച് എത്ര നന്നായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതനുസരിച്ച് നമ്മളുടെ ഈ മെമ്മറിയെ നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. This is the structure of memory hierarchy. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ.
രജിസ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്, റാം ഉണ്ട്, ഒപ്റ്റിക്കൽ ഡിസ്ക് ഉണ്ട്, മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, മാഗ്നറ്റിക് ടേപ്പ്. ഇത് താഴേക്ക് വരുന്തോറും ഇതിന്റെ സ്റ്റോറേജ് സൈസ് കൂടി വരും. അത് ഏറ്റവും ചെറിയ സൈസ് ഉള്ളതാണ് എന്ത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ക്യാഷ് മെമ്മറി ഉണ്ട്, ദെൻ റാം അതിന് കുറച്ചുകൂടി സൈസ് കൂടുതലാണ്, ഒപ്റ്റിക്കൽ ഡിസ്ക് ഇതിനോട് സൈസ് കൂടുതലായിരിക്കും, മാഗ്നറ്റിക് ഡിസ്ക് സൈസ് കൂടുതൽ, ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളതാണ് മാഗ്നറ്റിക് ടേപ്പ്. നേരെ തിരിച്ച് താഴേന്ന് മുകളിലേക്ക് പോകുന്തോറും ഇതിന്റെ കോസ്റ്റും സ്പീഡും കൂടിയാണ് വരിക. സ്റ്റോറേജ് സൈസ് കൂടുമ്പോൾ കോസ്റ്റും സ്പീഡും കുറയും, സ്റ്റോറേജ് സൈസ് കുറഞ്ഞാൽ കോസ്റ്റും സ്പീഡും കൂടും. അതാണ് ഈ ഒരു ഫിഗറിൽ വരുന്നത്. നോക്കാം, താഴേന്ന് മുകളിലേക്ക് വരുന്നതോറും സ്പീഡും കൂടും കോസ്റ്റും കൂടും. പക്ഷേ നേരെ തിരിച്ച് താഴേന്ന് മുകളിലേക്ക് വരുന്നതോറും എന്ത് ചെയ്യില്ല, സ്റ്റോറേജ് സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചും പറയാം, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ സ്റ്റോറേജ് സൈസ് കൂടും, പക്ഷെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും സ്പീഡും കോസ്റ്റും എന്ത് ചെയ്യും, കുറവായിരിക്കും. സ്റ്റോറേജ് സൈസ് കൂടുന്നതനുസരിച്ച് സ്പീഡും കോസ്റ്റും കുറയും. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ, ഈ മെമ്മറി ഹൈറാർക്കിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമ്മൾ ആയിട്ടിരിക്കുന്നത്. As one goes down the hierarchy, the following നോക്കാം. താഴേക്ക് വരുന്നതോറും എന്താണ് ചെയ്യുന്നത്, ഡിക്രീസ് കോസ്റ്റ് പെർ ബിറ്റ്, കോസ്റ്റ് കുറയും. ഇൻക്രീസിങ് കപ്പാസിറ്റി, കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ആക്സസ് ടൈം ഇൻക്രീസ് ചെയ്യും. ഡിക്രീസിങ് ഫ്രീക്വൻസി ഓഫ് ആക്സസ് ടു ദ മെമ്മറി ബൈ ദ CPU. CPU ആക്സസ് ടൈം കുറയും. അതായത് CPU ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് രജിസ്റ്റേഴ്സ്. കാരണം എന്താ, ഇയാൾ CPU-ന്റെ ഉള്ളിൽ തന്നെയാണ്, ഈ രജിസ്റ്റേഴ്സ് വന്ന് CPU-ന്റെ ഉള്ള മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. സോ CPU എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ രജിസ്റ്ററിനോടായിരിക്കും ചോദിക്കുക, then അതിനുശേഷം ക്യാഷ് മെമ്മറിയോട് ചോദിക്കും, അതിനുശേഷം റാം, അതില്ലെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് ഇതാണ് ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇത് സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറിയിൽ വരുന്നതാണ്. ഈ ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി. അപ്പോൾ ഈ ഒരു പ്രൈമറി മെമ്മറി ആയിട്ടായിരിക്കും കൂടുതൽ ആർക്ക് ആക്സസ് ഉണ്ടാവുക, CPU-ന് ഉണ്ടാവുക. പക്ഷേ ഇത് മുകളിലേക്ക് ചെല്ലും തോറും, അതായത് മുകളിൽ താഴേക്ക് വരും തോറും, അപ്പോൾ നമുക്കറിയാം ആദ്യം ഇയാളോടാണ് ചോദിക്കുക, അതിനുശേഷം ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഈ താഴേക്ക് വരും തോറും CPU-ന്റെ ആക്സസ് കുറയായിരിക്കും ചെയ്യുക. അതായത് ഇവരൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴെയുള്ള ആളുകളൊക്കെ നോക്കുകയുള്ളൂ. സോ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറീസ്, ആദ്യത്തെ മെമ്മറി 3 മെമ്മറി ആയിട്ടായിരിക്കും. അതിനുശേഷമാണ് അതിന് താഴെയുള്ള അടുത്ത 3 മെമ്മറീസുമായിട്ട് ആർക്ക് കോണ്ടാക്ട് വരിക, CPU-ന് കോണ്ടാക്ട് വരിക. ഓക്കെ. Thus, smaller, more expensive memories are supplemented by larger, cheaper and slower memories. അതുകൊണ്ട് smaller, more expensive memories are supplemented by larger, cheaper and എക്സ്പെൻസീവ് ആയിട്ടുള്ള മെമ്മറീസ്, ചെറിയ മെമ്മറി സൈസ് കുറവുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കൂടുതൽ മെമ്മറീസ് സപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സൈസ് കൂടുതലുള്ള കോസ്റ്റ് കുറഞ്ഞ സ്ലോ ആയിട്ടുള്ള മെമ്മറി വെച്ചിട്ടാണ് അതിനെ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെമ്മറി ഹൈറാർക്കി. ആൻഡ് താങ്ക് യു.